ഹായ് ഗായ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാജി. ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ കാഴ്ചകളും അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയും എങ്ങനെ ആ രാജ്യത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് കാണാൻ പോകുന്ന എലിഫന്റ് റോക്കിൻ്റെ പകലത്തെ കാഴ്ചകളും രാത്രിയിലത്തെ കാഴ്ചകളും ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു മരുഭൂമിയുടെ നടുക്ക് കുറച്ച് പാറകളുടെ ഇടയ്ക്കാണ് ഈ എലിഫന്റ് റോക്ക് ഇരിക്കുന്നത്. ദൂരെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ആനയുടെ രൂപം നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. അതേപോലെ തന്നെ ഇതുവഴി നടക്കാനൊക്കെ ഒരു പ്രത്യേക രീതിയിലൊരു സംഭവമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാറയുടെ ഈ രൂപം മനുഷ്യർ നിർമ്മിച്ചതല്ല, ഇത് പ്രകൃതി നിർമ്മിതമായ ഒരു പാറയാണ്. വർഷങ്ങളോളമുള്ള മണൽക്കാറ്റും അതേപോലെ തന്നെ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടൊക്കെയാണ് ഈ ഒരു പാറയ്ക്ക് ഈ ആനയുടെ രൂപം കിട്ടിയത്. ഇതിന്റെ അടുത്ത് തന്നെ മറ്റൊരു പാറയുണ്ട്, പക്ഷെ അതിന് വലിയ രൂപമാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു ഒറ്റ പാറയ്ക്ക് മാത്രമേ ഉള്ളൂ ആനയുടെ ഷേപ്പ് ഉള്ളത്. ഒരു കൂറ്റൻ ആനയുടെ തലയും ശരീരവും അതുപോലെ തന്നെ നിലത്ത് മുട്ടി നിൽക്കുന്ന തുമ്പിക്കയും നമുക്ക് വ്യക്തമായിട്ട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അങ്ങനത്തെ ഒരു രൂപമാണ്. ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കാണുന്ന പോലെയല്ല, ഭയങ്കര വലിപ്പമുള്ളൊരു പാറയാണിത്. ഒരു ഒറ്റപ്പെട്ട പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചുറ്റും മരുഭൂമിയും പാറകളും ഒക്കെയാണുള്ളത്. ഇവിടെ ആൾതാമസമൊന്നുമില്ല. വൈകുന്നേര സമയങ്ങളിൽ ഈ പാറയ്ക്ക് ചുമപ്പും അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറായി വരുമെന്നാണ് പറയുന്നത്. ആ സൂര്യപ്രകാശമൊക്കെ തട്ടിയിട്ടാണ് അത് ആ ഒരു കളറായിട്ട് നമുക്ക് തോന്നുന്നത്. ഒരു 4 മണി തൊട്ട് 6 മണി വരെയുള്ള ആ ഒരു സമയത്ത് വരുവാണെങ്കിൽ ഇതിൻ്റെ നല്ല ഭംഗിയിലുള്ള കിടിലും ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. രാത്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാറയുടെ കളറൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ പകൽ വന്നു കഴിഞ്ഞാൽ ആ പാറയുടെ ഭംഗി ശരിക്കും അറിയാൻ പറ്റും. രാത്രി വന്നു കഴിഞ്ഞാൽ പിന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് ലൈറ്റൊക്കെയാണ്. അപ്പോൾ അത് വേറൊരു വൈബാണ്. അപ്പോൾ രണ്ടും രണ്ട് തരം കാഴ്ചകളാണ്. അല്ലുലയിൽ വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം എലിഫന്റ് റോക്ക് ആയിരുന്നു. പക്ഷെ നമുക്കിവിടെ ഭയങ്കര വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അങ്ങനെ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. ഈ അല്ലുലയിലെ എലിഫന്റ് റോക്കിന്റെ കാഴ്ചകൾ കാണണമെന്ന് എനിക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ വന്ന് കണ്ടതാണ്. ഈ എലിഫന്റ് റോക്കിന്റെ മറ്റൊരു പേര് ജബൽ അൽ ഫിൽ എന്നാണ്. അറബിയില് ജബൽ എന്ന വാക്കിന്റെ അർത്ഥം മല എന്നാണ്. അതുപോലെ തന്നെ ഫിൽ എന്ന വാക്കിന്റെ അർത്ഥം ആന എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ് അല്ലേ. ഈ ഒരു പാറ ഇങ്ങനെ ഒരു ആനയുടെ രൂപമായിട്ട് മാറിയത് ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമായ ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ ആ ഒരു പാറയുടെ അടുത്തേക്ക് പോവുകയാണ്. നമുക്ക് അടുത്തേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തോരം വലിയ പാറയാണെന്ന്. അടുത്ത് വന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളിവിടെ എത്തിയത് ഒരു 4-4:30 ആയപ്പോഴാണ്. അതേപോലെ തന്നെ ഇവിടെ വരാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് സൺസെറ്റ് ടൈമാണ്. ആ സമയത്ത് ഈ പാറയ്ക്കൊരു പ്രത്യേക ഭംഗിയാണ്. അത് കാണാൻ തന്നെ കുറേ ആളുകൾ ആ സമയത്ത് ഇവിടെ വരാറുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു പാറയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തോട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു പാറയുടെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ടോ, നമുക്ക് കാണാൻ പറ്റും എന്തോരം വലിപ്പമുള്ള ഒരു പാറയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അതേപോലെ തന്നെ ആ പാറയ്ക്കകത്ത് സംഭവങ്ങളൊക്കെ കണ്ടോ. അതൊക്കെ ഈ ഒരു കാറ്റും മഴയും കൊണ്ടൊക്കെയാണ് ഇതിന് ഇങ്ങനെ ഒരു സംഭവമൊക്കെ വന്നേക്കുന്നത്. ഈ ഒരു ഷേപ്പിലേക്ക് ഇത് മാറിയത്. നമ്മളിപ്പോൾ ആ ഒരു തുമ്പിക്കൈയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. നോക്കിക്കേ എന്ത് വലിപ്പമാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ ഉണ്ട്, പാറയെ കുറിച്ചൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനത്തെ ഒരു പാറയായിരുന്നു ഇതും. അതാണ് കാലക്രമേണ ഇങ്ങനെ ഒരു എലിഫന്റ് റോക്കായി മാറിയതല്ലേ. ശരിക്കും പറഞ്ഞൊരു അത്ഭുതമായ ഒരു കാഴ്ച തന്നെയാണ്. ഇതിന് 52 മീറ്റർ ഉയരമുണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ ചുവന്ന മണൽക്കല്ലുകളാൽ നിർമ്മിതമായതാണെന്നാണ് പറയുന്നത്. അതേപോലെ ഇത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു പാറയിലൊക്കെ നോക്കിക്കേ വർഷങ്ങളോളം കഴിയുമ്പോഴത്തേക്ക് ഈ പാറയിൽ നിന്ന് മണ്ണോ അതുപോലെ തന്നെ കല്ലൊക്കെ ഇളകിയാണ് ഇങ്ങനെ ഒരു കുറേ കുഴികളൊക്കെ ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയൊക്കെ ആയിരുന്നു. ആളുകളൊക്കെ അത് ഇവിടെ വന്ന് കുറേ പേരൊക്കെ അതിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അല്ലുല എന്ന സ്ഥലം 2700 വർഷങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വന്നതിലൂടെ നമുക്ക് ദാദനൈറ്റീസ്, ലിഹാനൈറ്റീസിനെ കുറിച്ചും നബാത്യൻസിനെ കുറിച്ചും ഒക്കെ അറിയാൻ സാധിച്ചു. നബാത്യൻസ് നിർമ്മിച്ച ശിലാകല്ലറകളുടെ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു. അതേപോലെ തന്നെ ദാദനൈറ്റീസ് നിർമ്മിച്ച സിംഹക്കല്ലറകളുടെ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു. കൂടാതെ ലോകത്തിലെ തന്നെ തുറന്ന ലൈബ്രറി എന്നറിയപ്പെടുന്ന ജബൽ ഇക്മയുടെ കാഴ്ചകൾ കാണാൻ സാധിച്ചു. ഇതെല്ലാം മനുഷ്യനിർമ്മിത ചരിത്ര സ്മാരകങ്ങളാണെങ്കിൽ എലിഫന്റ് റോക്ക് പ്രകൃതി നിർമ്മിതമാണ്. അല്ലുലയെക്കുറിച്ചും അല്ലുലയുടെ ചരിത്രത്തെക്കുറിച്ചുമുള്ള കുറേ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലുലയുടെ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോസൊക്കെ ഒന്ന് കാണാവുന്നതാണ്. നമ്മുടെ ചാനലിലുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ പാറ, മരുഭൂമി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലൊക്കേഷൻ ആയിരിക്കും. നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നിടത്തോട്ട് പോവുകയാണ്. അതേപോലെ തന്നെ നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാനുള്ള എൻട്രി ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഫ്രീ ആണ്. അതേപോലെ തന്നെ ഈ എലിഫന്റ് റോക്ക് ഓപ്പൺ ആവുന്ന ടൈം എന്ന് പറയുന്നത് 4 മണിക്കാണ്.
നമ്മൾ പകലത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ രാത്രിയിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇതാണ് രാത്രിയിലെ ആ ഒരു എലിഫന്റ് റോക്കിൻ്റെ കാഴ്ചകൾ. നോക്കിക്കേ, നമുക്ക് കാണാൻ പറ്റും, കണ്ടോ, ഫുള്ള് ലൈറ്റൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അല്ലേ. പകലിനേക്കാളും വ്യത്യസ്തമാണ് ഇവിടുത്തെ രാത്രിയിലെ കാഴ്ചകൾ. രാത്രിയിൽ ധാരാളം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. രാത്രിയിൽ ഇവിടെ മൊത്തം ലൈറ്റൊക്കെ കൊണ്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ മണ്ണിനടിയിലുള്ള സീറ്റുകളാണ്. ശരിക്കും പറഞ്ഞാൽ മരുഭൂമിക്കുള്ളിൽ കുഴിയെടുത്ത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ഈ സീറ്റുകളാണ്. കണ്ടോ, നമുക്ക് കാണാൻ പറ്റും, കണ്ടോ, ആ ഒരു മണ്ണിനടിയിൽ അവരൊരു പ്രത്യേക രീതിയിലുള്ള സീറ്റ് ഇങ്ങനെ ആക്കിയേക്കാണ്. അതേപോലെ തന്നെ അതിന് ചുറ്റും ലൈറ്റൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കൂടുതലും പകലിൻ്റെ കാഴ്ചയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട രാത്രിയിലത്തെ കാഴ്ചകളാണ്. നിങ്ങൾക്ക് ഈ എലിഫന്റ് റോക്കിൻ്റെ പകലത്തെ കാഴ്ചകളാണോ കൂടുതൽ ഇഷ്ടമായത്, അതോ രാത്രിയിലത്തെ കാഴ്ചകളാണോ ഇഷ്ടപ്പെട്ടത്? അപ്പോൾ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു അല്ലുലേ വരുന്നവർ തീർച്ചയായിട്ടും ഈ എലിഫന്റ് റോക്കിൻ്റെ കാഴ്ചകൾ കാണാൻ മറക്കല്ല്. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.